ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കിച്ചപ്പൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചനെ എത്ര ഉറക്കാൻ നോക്കിയിട്ട് അത് ഉറങ്ങണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് വേഗം കുളിച്ച് എൻ്റെ കാര്യങ്ങൾ തീർത്തു, അല്ലെങ്കിൽ ഞാൻ കൂറ് കുത്തി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം അവന് ഉറക്കം വരുന്നുണ്ട്. പണ്ട് അമ്മ തൊട്ടിലിട്ട് ആട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഉറങ്ങാച്ച കണ്ണും പിരി കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ നടക്കട്ടെ. കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം രാവിലത്തെ ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പം കിച്ചപ്പൻ്റെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞത് ഇത് കിച്ചപ്പൻ്റെ അച്ഛമ്മമാരാണ് കേട്ടോ, നമ്മുടെ ദിനേച്ചൻ്റെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വല്യമ്മയാണ്, വല്യച്ഛന്മാരൊന്നും വന്നിട്ടില്ല. വല്യമ്മമാരും പിന്നെ അശ്വതി മേമയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് റിജി വല്യമ്മ, മറ്റേത് ജ്യോതി വല്യമ്മ കേട്ടോ. റിജി വല്യമ്മയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ വ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടോ. ഇവരൊക്കെ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരണം, കിച്ചപ്പനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ സമയവും സന്ദർഭവും നമ്മുടെ അനുകൂലമല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഞായറാഴ്ച നമ്മുടെ ഷിനി വല്യമ്മയും റിജി വല്യമ്മയും ജ്യോതി വല്യമ്മയും അശ്വതി വല്യമ്മയും കൂടിയിട്ട് നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിച്ചു കേട്ടോ. കാരണം അവർ കുറെ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് നമ്മുടെ കിച്ചപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ഷിനി വല്യമ്മയുടെയും റിജി വല്യമ്മയുടെയും വീട് വയനാടാണ് കേട്ടോ. അപ്പൊ അവർ വയനാട്ടിൽ നിന്ന് തലേന്ന് കോഴിക്കോടേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് പിറ്റേ ദിവസം കൂടെ രാവിലെ പോന്നതാണ് കേട്ടോ. കിച്ചു എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായിട്ട്, അവന് ഒരു പരിചയക്കേടോ ഒരു കരച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ അടുത്തും മാറി മാറി പോകണ്ടായിരുന്നു. ഭയങ്കര ചിരിയും കളിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കിച്ചുവിന് 5 മാസം ആവാറായിട്ടോ. അപ്പൊ അവന്റെ ഒപ്പം 24 മണിക്കൂറും കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അവന്റെ സ്വഭാവത്തിൽ നിന്ന് ഞാൻ വേറെ വ്യത്യസ്തമായിട്ട് കണ്ടൊരു കാര്യമാണ്, ഇവന്റെ അച്ഛന്റെ ആൾക്കാരെന്നെ കണ്ട വേറൊരു സ്വഭാവമാണ്. ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ, അമ്മ, അച്ഛൻ, ആദർശേട്ടൻ്റെ അമ്മമ്മ, ഞങ്ങളുടെ അടുത്ത് അവൻ ഓക്കെയാണ്. ഞങ്ങളുടെ അടുത്ത് കുറെ കളിക്കും ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പുറമെന്ന് ഒരാൾ വന്നാൽ മൂപ്പര് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് സമയം എടുക്കൂട്ടോ. പക്ഷേ കോഴിക്കോട് നിന്ന് അവൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായാലും അതെ, അതോ മുന്നേ ഒരു വട്ടെങ്കിലും കണ്ട ഒരാളായാലും അതെ, അവൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരുടെ അടുത്തും പോകും, ഭയങ്കര ചിരിയും കളിയും. അത് കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ വണ്ടറടിച്ച് നോക്കി നിൽക്കാറുണ്ട്. ഈ വല്യമ്മമാരെയും മേമേനൊക്കെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട അവന് മുന്നേ പരിചയമുള്ള ആൾക്കാരാന്നാട്ട് തോന്നുന്നത്. നമുക്ക് ചെറിയ മക്കളുടെ ചില സമയത്തെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നും കേട്ടോ. അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞാൽ മൂപ്പര് നല്ല ഉറക്കം ഉറങ്ങണതാണ് കേട്ടോ. ഇന്ന് അവന് ഉറങ്ങും വേണ്ട, ഒന്നും വേണ്ട. ഇവര് വരണേക്കാൻ മുന്നേ ഞാൻ ആട്ടി ഉറക്കം നോക്കിയതാട്ടോ. അപ്പോഴൊന്നും ഉറങ്ങാതെ ഇങ്ങനെ ഇവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ കണ്ണും വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇവര് വന്നിട്ടും അതെ, നൈസായിട്ട് മൂപ്പർക്ക് ഉറക്കം വന്നാലും പോലും ഇവരും ഇവരുടെ അടുത്തായിട്ട് ഭയങ്കര സെറ്റായിട്ട് ഭയങ്കര കളിച്ചും ചിരിച്ചും. ഉറക്കം വന്നാൽ വാശി പിടിക്കുമല്ലോ, അതും ചെയ്യണില്ല കേട്ടോ. ഉറക്കം വന്ന് അങ്ങനെ കോട്ടുവായി ഇടും, പിന്നെ മൂപ്പര് അവിടെ തന്നെ അവരൊപ്പരുന്ന് കളിക്കും. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അമ്മ ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കട്ടോ. അപ്പോൾ ഒരു രാവിലെ നേരത്തെ പോകുന്നതല്ലേ, അപ്പം പൊറാട്ടയും പിന്നെ പോർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസമായ കാരണം നമുക്ക് പോർക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിക്കാഴ്ച നമ്മുടെ വീട്ടിൽ പോർക്ക് അങ്ങനെ അധികം സംഭവം മീൻ ഇറച്ചി അങ്ങനെ വെക്കാറില്ല. അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് നമുക്ക് പോർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. പിന്നെ ഇത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കിച്ചപ്പനെ കുറച്ച് നേരം ആട്ടി ഉറക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് ആട്ടി കൊടുക്കട്ടെ. അപ്പം അവൻ ഇങ്ങനെ നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേണം അവന് കണ്ണൊക്കെ എഴുതി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉറക്കിയിട്ട് കണ്ണ് എഴുതിയിട്ട് ആ പൗഡറൊക്കെ ഒന്ന് തുടക്കുമ്പോഴേക്കും മൂപ്പര് ഇൻറ്റോട്ടെ കളിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ ഇത്ര നമ്മുടെ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞാലും ഫുൾ തിരക്കായ കാരണം അവർക്ക് എപ്പോഴും വീട്ടിലേക്ക് ഒന്നും വരാൻ പറ്റാറില്ല കേട്ടോ. വല്ലപ്പോഴും ഞങ്ങളടുത്ത് പറയും ഇടയ്ക്ക് തേച്ചപ്പനും വെള്ളിയാഴ്ച ദിവസം നിൽക്കാൻ വായോ എന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടന് വർക്കുള്ള കാരണമൊക്കെ ആയിട്ട് തീരെ ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല. ഇതേപോലെ വന്ന് പോവും, അല്ലാതെ നിൽക്കാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെ ഇതേ അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാട്ടോ. അപ്പോൾ വലിയമാരൊക്കെ ഇവരുടെ വ്ളോഗ് കാണണതാണ്. അപ്പോൾ ഇവർക്കും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. നാളെ അവന് നാളെ കൂടുതലാ. മാവന്റെ ആടെ സൂര്യന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട വീഡിയോ
വല്യമ്മ എടുക്കും. വല്യമ്മ എടുത്തിട്ട് എന്താ പ്രതികരണം കിച്ചു പിന്നെ ആദർശാണ് നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് ഉമ്മർത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. നമ്മുടെ തറവാട്ടത്തെ കാര്യങ്ങളും അത്യാവശ്യത്തിന് വലിയ തറവാടായതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കാരെ തന്നെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കൂട്ടെ. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ വന്ന സമയത്ത് കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. കാരണം നമ്മളെ ആണ്ടിലൊരിക്കൽ കാണുന്ന ആൾക്കാരില്ല അത്. കാരണം എല്ലാ മാസവും നമ്മുടെ തറവാട്ടമ്പലത്തിൽ പൂജ ഉണ്ടാവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ ഓരോ പരിപാടികൾ ഉണ്ടാവും. അതിനൊക്കെ എല്ലാത്തിനും ഇത്ര ദൂരത്തുനിന്നായാലും എപ്പോഴും സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും പഠിച്ചേ പറ്റൂ. അത് കാരണം എനിക്ക് എന്താ പറയാ, ഇത് ഇന്ന പാപ്പന്റെ ഭാര്യ, ഇത് ഇന്ന വലിച്ചന്റെ ഭാര്യ എന്നൊക്കെ ഫുൾ അങ്ങനെ പഠിച്ചങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും കണ്ട് അതൊക്കെ സെറ്റ് ആയിട്ടോ. എന്തായാലും 2 വർഷത്തോളാണ് കോഴിക്കോട് ആകെ നിന്നേക്കുന്നത്. എന്നാലും ഞങ്ങളുടെ തറവാട്ടമ്പലും ഞങ്ങളുടെ തറവാട്ടാരെ കൂടിയുള്ള ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും നന്നായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ട്. എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കി കാണാൻ പറ്റൂട്ടോ. ലോങ് വീഡിയോസ് ആയിട്ടത്, ഷോർട്സ് ആയിട്ടത്, വൈകിട്ടും പിന്നെ രാവിലെ ഒക്കെ അമ്പലത്തേക്ക് തൊഴാൻ പോണതൊക്കെ അതൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമാവുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന അച്ഛമ്മേന്റെ മുഖം നോക്കി. വീഡിയോ എടുക്കുമ്പോൾ മുഖം പൊത്തിയിരിക്കുന്ന അമ്മമ്മേനെയാണ് നിങ്ങൾ കാണണേട്ടെ. ഇപ്പൊ വീഡിയോ എടുത്താൽ ആളെ കണ്ണിൽ പെട്ടു വെച്ചാൽ ആള് വേഗം മുഖം പൊത്തിയിരിക്കും. അങ്ങനെ ഇത് വർത്താനം പറഞ്ഞിട്ട് ഭയങ്കര ഇരിപ്പാണ്. പിന്നെ നമ്മുടെ കിച്ചപ്പനെ തേജുവിനെ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. തേജുവിനെ അടിക്കുക, പിടിക്കാൻ ചെല്ലുക, എന്തൊക്കെ കുറുമ്പാ കാണിച്ചേ. എന്നിട്ട് ഇത് അച്ഛൻ പിടിച്ച് അവിടെ മാറ്റിയിരുത്തിയേക്കാട്ടോ രണ്ടെണ്ണത്തിന്. തേജു ഇത് എല്ലാത്തിനും കിച്ചപ്പനെ കണ്ട് നിന്ന് കൊടുക്കട്ടെ, എന്താ അച്ഛൻ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ കിച്ചുവിനെ അച്ഛൻ ഈ ഒരു പ്രായക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ അല്ലുട്ടനായാലും തേജപ്പനായാലും മൂപ്പർക്ക് അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ തേജു എന്താ ചെയ്യണേന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. പിന്നെ ഇത് ഇപ്രാവശ്യം വിനീഷാന്റെ അടുത്തൊക്കെ പോയി വലിയ അലമ്പൊന്നും കാണിച്ചില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പോവാൻ നിന്നതാണ്. അങ്ങനെ അമ്മ പിടിയാലും അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇവർക്ക് അങ്ങോട്ട് വല്യമ്മമാർക്ക് വയനാട്ടിലേക്ക് എത്തണം, റിജയിലിമയ്ക്കും ഷിനുവലിമയ്ക്കും കേട്ടോ. എന്തായാലും ചോറിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം മീൻകറിയൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മുടെ പോർക്കും ചിക്കനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടോ. അങ്ങനെ ഇത് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഇത് നമ്മുടെ കിച്ചപ്പൻ നമ്മുടെ തേജപ്പനായിട്ട് വരുന്ന കളിക്കാണ്. തേജുവിനെ ഇങ്ങനെ ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് മൂപ്പർക്ക് ഉറക്കം വരുന്നുണ്ട്. കാരണം ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ. കുറച്ചു നേരം എഴുതാൻ വേണ്ടിയുള്ള സമയം മാത്രം മൂപ്പര് ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഇത് രണ്ടും കൂടി ഇരുന്നിട്ട് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങള് വന്നപ്പോ വണ്ടിയിൽ കയറി കോണാക്കിരിക്കുക. സുന്ദരി ഇങ്ങോട്ട് വന്നേ, സുന്ദരി എവിടെ, കുഞ്ഞു സുന്ദരി എവിടെ. ഇതെന്നല്ല വന്നിട്ട് വളരെ സ്വർണത്തിലേക്ക് നോക്കുന്നത്. ഷൊട്ട് എവിടെ, ഷൊട്ട് ഷൊട്ട് എവിടെ. ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ഭർത്താവിന്റെ എത്തിട്ടാ ഞാൻ അങ്ങനെ ഇതേ വല്യമ്മമാരൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കാറുണ്ട്. ഇനി അവർക്ക് 2 പേർക്ക് വയനാടും 2 പേർക്കും കോഴിക്കോട് എത്തണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കൊരു വിഷമം. ഇപ്പോൾ തുടങ്ങിയതാട്ടോ. ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ വല്ലവരും ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നുക. മുന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ആവുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ അതേപോലെ കോഴിക്കോട് നിന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും വന്നു പോകുമ്പോൾ ഭയങ്കര വിഷമം വരും. മനസ്സിലൊക്കെ എന്തോ ഒരു വിഷമം പോലെ തോന്നിട്ടാ. അങ്ങനെ ഇത് എല്ലാവരും ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇനി എന്നാ കാണാന്ന് ചോദിച്ചാൽ ഈ ചിങ്ങമാസത്തിൽ നമ്മുടെ കിച്ചുവിനെ ചോറ് കൊടുക്കുന്നുണ്ട്, ചിങ്ങം 1-ന്.
ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ, ഞാനെങ്ങാനും മെൻസസ്സായി നമ്മൾ ആകെപ്പെടും. അപ്പോൾ ഒന്നും അങ്ങനെ ആവാതിരിക്കട്ടെ, ആ സമയത്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നീ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും പറയട്ടെ. അപ്പോൾ ഞാനും ഇതേ വലിയമ്മയുടെ അടുത്ത് അവർ കാറിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ യാത്ര പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്താണ് കേട്ടോ. അപ്പോൾ ഇനി ആദർശേട്ടൻ ഇവരേനെ കുന്നംകുളത്താക്കി കൊടുക്കട്ടെ. അപ്പോൾ അവർക്ക് ബസ് കിട്ടും അവിടെ നിന്ന് ഡയറക്റ്റ്. അപ്പോൾ ഇനി നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് കാണിച്ചിട്ടാണ് ഞങ്ങൾ പോകുക. അപ്പോൾ ആ ഒരു വഴിക്ക് തന്നെയാണല്ലോ. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇവരിറങ്ങി. അങ്ങനെ ഇവർ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ പുറത്ത് പോയി. ഞാനും കിച്ചും തേജും ഒക്കെ ആയിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ തേജപ്പന് കിച്ചപ്പന് കിട്ടിയൊരു വലിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ വലിയമ്മമാര് കൊടുന്നൊരു ഗിഫ്റ്റ് ആണ് ഇത് കിച്ചപ്പന്. കിച്ചപ്പന് ഇത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മൂപ്പരെ ഇതിൽ ഇരുത്താറായിട്ട് ഒരു 8 മാസമൊക്കെ ആയാലും വോക്കറിൽ ഇരുത്തുക. പക്ഷെ ഇത് അവന് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ആദർശേട്ടൻ വെറുതെ അവനൊന്ന് ഇരുത്തിയതായിരുന്നു. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കാലൊന്നും എത്തുന്നില്ല കേട്ടോ. എന്നാലും ഇതൊന്നും ഇറങ്ങാനേ മൂപ്പര് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതിൽ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ വെറുതെ ഒന്ന് ഉന്തിയിട്ട് ഇങ്ങനെ നടത്തിക്കാറ് കേട്ടോ. അത് കാല് വെച്ചോണ്ട് പാവണ്ടിട്ടോ. ഏത് വലുത് കിട്ടിയിട്ടായിരുന്നു അതില്. അങ്ങനെ ചേച്ചി അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മാളും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കുറേ തപ്പണം എങ്ങനെയൊക്കെ പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അവൾക്ക് കൊളാബറേഷൻ്റെ ഒരു ഷൂട്ട് ഉണ്ട്, അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഇവിടെ വലിയന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ പോകുന്നതായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തായാലും ഈ ഒരു ഷൂട്ടും കൂടി ചെയ്യാണ്ട് അപ്പോൾ അതിനും കൂടി പറ്റിയൊരു സ്പോട്ട് നോക്കി പോവാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ എല്ലാവരും കൂടി ആയാൽ ഫുൾ കലപ്പലയാവും. ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, ട്രോള്, അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബീസ് കേട്ടാ. സാൻഡ്വിച്ച്, ബർഗർ, ബ്രോസ്റ്റ്, ഷവർമ, ഒന്നുമില്ല. വീടിന് പോലും മഴ പെയ്യാണ്ടിരിക്കാൻ കണ്ടു. നമ്മുടെ നാട്ടില് നമ്മളറിയാതെ തന്നെ കുറെ ഹിഡൻ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ റീൽസിൽ വരുന്ന കാരണം ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പിലിടും. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഉള്ളപ്പോ പോവാന്ന് വെക്കും. അല്ലെങ്കിൽ നമുക്ക് പോവാൻ തോന്നിയ ആരപ്പം ഉള്ളത് അവരായിട്ട് പോവാം, അങ്ങനെയായിട്ട് ചെയ്യാറ്. അങ്ങനെ ഇത് ഇപ്രാവശ്യം ഇപ്പൊ ചേച്ചിയൊക്കെ വന്നപ്പോ പിന്നെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ നമ്മളോട് ചെന്നപ്പോ നിറച്ച് വണ്ടികളും കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ട് കാണുന്നത്. അപ്പൊ നിറച്ച് വണ്ടികളും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം ഇങ്ങനെ തപ്പാട്ടെ. എല്ലാ സ്ഥലത്തും പോണ വഴിക്കൊക്കെ ഓരോ സൈഡിനനുസരിച്ച് ഓട്ടോയും കാറോളും ബൈക്കോളും ഒക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറിയിട്ടായിട്ട് നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ ഞാൻ ഉണ്ണിയുടെ മറ്റേ ഈ ഒരു ബാഗ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിലിരുത്തിയിട്ട് അവനെയും കൊണ്ട് നടക്കാണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കാണുമ്പോൾ ഭയങ്കര കാട് പിടിച്ച പോലെ തോന്നും. പക്ഷെ എൻ്റെ മുകളിലേക്കായിട്ട് കയറി കഴിയുമ്പോൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ. കണ്ടോ, നിറച്ച് വണ്ടിയോട് സൈഡിൽ കൂടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ആൾക്കാർ ഉണ്ടാവും കേട്ടോ. അപ്പം അതേ കിച്ചപ്പനൊക്കെ ആയിട്ട് ഞങ്ങൾ
ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് എൻ്റെ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോരുത്തരോരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുക കളിക്കുക, നല്ല രസമല്ലേ? കസിൻസ് എല്ലാവരും കൂടി കഴിഞ്ഞ് വെച്ചാൽ നല്ല അടിപൊളിയല്ലേ? ഇന്ന് എല്ലാവർക്കും ട്രോളാൻ പറ്റിയത് ഇവളേനായിരുന്നു കേട്ടോ. കാരണം വെള്ളച്ചാട്ടത്തേക്ക് ഡാമിനൊക്കെ എടുത്ത് വന്ന ഒരു വ്യക്തി ഇവളെ തന്നെയായി കേട്ടോ ഈ ഒരു പരിസരത്ത്. ഇപ്പോൾ അങ്ങനെ കയറി വന്ന സ്ഥലത്ത് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പുറത്തൊരു സൈഡിലേക്ക് മാറി. അപ്പം എല്ലാ സ്ഥലത്തും ഓരോ സ്പേസിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളും പടവുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിന്നാൽ അവിടെ കുറച്ച് ആൾക്കാർ ഒഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കയറി ഇങ്ങോട്ട് നിന്നു കേട്ടോ. അപ്പോൾ അത് അവരവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഞാനും കിച്ചപ്പനും കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുറേ പറഞ്ഞു കേട്ടോ കിച്ചപ്പനെ കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മ നോക്കാൻ നോക്കാം. പക്ഷെ എനിക്ക് ഇവനെ കൊണ്ടുപോകാതെ വന്നു വെച്ചെങ്കിൽ ഇവർ ഭയങ്കര ഇഷ്ടം കാഴ്ച കാണാനും വണ്ടിയിൽ യാത്ര ചെയ്യാനും ഒക്കെ. അപ്പോൾ പിന്നെ അവന് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം ഞാനിങ്ങനെ മുടക്കുമ്പോഴേക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. സംഭവം അവനെ കൂട്ടാതെ വന്നു വെച്ചെങ്കിൽ ഇവരോടൊപ്പം വെള്ളത്തിൽ ചാടി മറിക്കാം, എന്ത് വേണം എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കിപ്പോൾ ഇവ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഞാൻ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വരും. എങ്കിൽ പോലും ഇവനിങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ കൊണ്ടുപോട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ നോക്കാൻ കേട്ടോ. അപ്പോൾ ആദർശേട്ടനൊക്കെ ഈ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വേഗം ഷർട്ട് അങ്ങോട്ട് ഊരിയിട്ട് വെള്ളത്തേക്ക് ചാടിയിട്ടുണ്ട്. ആദർശേട്ടൻ ഈ തെറ്റിൽ നിന്നിട്ട് നൈസായിട്ട് വെള്ളത്തേക്ക് മറിഞ്ഞെട്ടി വീണു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷപ്രകടനമാണ് ഈ കാണിക്കുന്നത്. ചേട്ടൻ അവിടെ വിനീഷേട്ടൻ അവിടെ ചേച്ചിയുടെ വീഡിയോസ് എടുത്തു നോക്കട്ടോ. അവളവിടെ പാട്ട് പാടുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. തേജപ്പം എല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു. കിച്ചപ്പനും അതെ കേട്ടോ. അങ്ങനെ നമ്മളിത് കുറേ നേരം ഞാനിത് ഇവിടെ അങ്ങ് നിൽക്കാട്ട് ചെയ്ത കിച്ചുവിനെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കിച്ചു അച്ഛൻ എല്ലാതും അവൻ്റെ അച്ഛൻ എന്താ ചെയ്യണേന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ബാഗ് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ മാക്സിമം നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ട് ഇത് ഇടിപ്പിക്കട്ടോ. നമ്മളിടുമ്പോൾ നമുക്ക് തണ്ടിൽ നന്നായിട്ട് വേദനിക്കും കേട്ടോ. എനിക്കിത് കുറേ നേരം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് തണ്ടിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ സംഭവം ഇടിപ്പിച്ചിട്ട് ഉണ്ണീനെ അത് ഇരുത്തിയിട്ട് കൊണ്ട് നടക്കാം കേട്ടോ. കിച്ചപ്പ അവന്റെ വല്യമ്മ അവിടെ എന്താ കാണിക്കണേന്ന് അങ്ങനെ നോക്കി നിക്കാണ് കേട്ടോ. പുഴല്ല കാക്കാച്ചിയാ കാക്കാച്ചി കാക്കാച്ചി ഞാൻ വെള്ളത്തിൽ കളിക്കുന്ന വെള്ളമൊലിക്കുന്നിടത്തേക്ക് NCS Tamil BGM. ഒരു ബ്രാല് വരുന്ന അങ്ങനെ ഇവിടെ നമ്മൾ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പുറത്ത് കണ്ടു, ഇപ്പുറത്ത് ഒരു പുഴ പോലെ, ഇപ്പുറത്ത് വെള്ളച്ചാട്ടം, നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതേ അവർ ഇപ്പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നൈസായിട്ട് മഴ ചാറുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ടൊന്നും മഴ പെയ്യുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചാറ് ചെയ്ത്. അപ്പോഴേക്കും വിനീഷേട്ടൻ ഫസ്റ്റ് നമ്മുടെ കിച്ചനും കൂടിയിട്ട് വേഗം വണ്ടിയിൽ പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കേണ്ട ഇത് നോക്കുകയാണ്. അപ്പോൾ അതുമല്ല മാളും നമ്മുടെ തേജപ്പനും ബാക്കിൽ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ബാക്കിലിരുന്നു. പിന്നെ
പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചായ ഒക്കെ കുടിച്ചു. എനിക്ക് ചായ അധികം ഇഷ്ടമല്ല, ഞാൻ സോഡ സർബത്തായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാവരും വർത്താനം പറഞ്ഞ് നിൽക്കട്ടെ. കിച്ചപ്പം അപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. പിന്നെ വണ്ടിയിലായതുകൊണ്ട് സീനില്ല. പിന്നെ ഇത് നമ്മുടെ മാളും തേജപ്പനും കൂടിയിട്ട് ബാക്കിലിരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലൊരു വൈബിളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ചായ കുടിക്കുക കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിട്ടു. കിച്ചപ്പൻ എണിച്ചിട്ടില്ല, നല്ല ഉറക്കം തന്നെയാണ്. അയ്യോ നല്ല സമയത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടിട്ടേക്കല്ലേ. മൊത്തം വെള്ള. പിന്നെ നമ്മൾ വന്നു, ഡ്രസ്സൊക്കെ മാറ്റി, അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വന്നു, ചായ കുടിച്ചു. കിച്ചപ്പം അവൻ്റെ കിരമാമൻ്റെ ഒപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം പോയി കിടന്നു. എനിക്ക് ആ ബാഗ് ഇട്ടിട്ട് നന്നായിട്ട് തണ്ടിൽ വേനിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ തണ്ടിലിൻ്റെ ഭാഗത്തേക്കല്ലേ നന്നായിട്ട് വെയിറ്റ് വരണം, അതും ഫ്രണ്ട് ഭാഗത്തേക്ക്. സൈഡിൽ ഇരുത്തുവെച്ചാൽ അത്രയും സീനില്ല, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടേക്ക് തോന്നി. പക്ഷെ എന്നാലും നമുക്ക് യൂസ്ഫുൾ ആവട്ടെ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിൽ. പിന്നെ ഇതേ കറണ്ട് പോയേക്കാണ്. കറണ്ട് ഇപ്പോൾ എപ്പോഴും പോകണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും പവർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഉമ്മറത്ത് എല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ചേട്ടനൊക്കെ പോകാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഇതേ കാടും മടലൊക്കെ ആയിട്ട് അവള് പോകുന്നുണ്ട് കേട്ടോ. ഇത് അവൾക്കല്ലാട്ടോ, ഇത് മറ്റേ നമ്മുടെ കൊടംപുളിയുടെ തൈയാണ്. അമ്മാമ്മ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോകും. അമ്മാമ്മ ഞായറാഴ്ച പോകണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. പിന്നെ ഞായറാഴ്ച എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ഇനിയിപ്പോൾ ആദർശയുടെ കൊണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൈമിൽ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നോട്ടെ, എനിക്ക് പിറ്റേ ദിവസം പോകാതെ പറഞ്ഞിട്ട് അമ്മമ്മ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. അപ്പം അമ്മാമ്മയ്ക്ക് ഇത് കുഴിച്ചിടാൻ, അമ്മമ്മയോട് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാട്ടോ കൊടംപുളിയുടെ തൈ ഉണ്ടായിരുന്നു. അമ്മാമ്മ ബൈക്കിലല്ലേ പോവുക, അമ്മാമ്മയ്ക്ക് തീരെ കാറിൽ പോകാൻ പറ്റില്ല, ഭയങ്കര ഛർദ്ദിച്ച ആളാകെ സൈഡാവൂട്ടാ. അപ്പോൾ ചേച്ചി പോകുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ചാർജ് കിട്ടോ അമ്മ അങ്ങനെ ഞാൻ കുറച്ച് സമ്പാദിക്കുന്നു. അങ്ങനെ ഇത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയമ്മമാരൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇവളും ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ തേജപ്പിന് എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരും അങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.